ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അറഫ്ത സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ 2 ദിവസമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ 2 ദിവസം നല്ല ബിസി ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇന്നാണ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തുന്നത് തന്നെ. അപ്പോൾ ഇന്നും ഒരുപാട് വൈകിട്ടായിരിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. കാരണം ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാനിരിക്കുന്നത് തന്നെ 5:30-ക്കാണ്. അപ്പോൾ ഇനി എപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയാൻ നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കുന്നത് ഒരുപാട് പേര് പറയുന്നുണ്ട് ത്രില്ലടിപ്പിക്കാനാണോ, സസ്പെൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് നന്നായിട്ട് അറിയാം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല നിങ്ങൾക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് അത്രയും കുറയേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഒരു അത്യാവശ്യം ആയതുകൊണ്ടാണ് നമുക്ക് ഫോൺ എടുത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലായിരുന്നു 2 ദിവസം. അതുകൊണ്ടാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ വീട്ടിലെത്തി ഉടനെ തന്നെ എഡിറ്റ് ചെയ്യാനിരുന്നേക്കുമാണ്. വേറൊരു പണിക്കും പോകാതെ നേരെ എഡിറ്റ് ചെയ്യാനാണ് ഇരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആദേശിനെയാണ്. ആദേശാണെങ്കിൽ എന്തെങ്കിലും വിഷമം വന്നാൽ അപ്പം അവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോകും. അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ അവന് വണ്ടി എടുത്തൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അവന് ഒത്തിരി വിഷമമുണ്ട്. കാരണം നമ്മുടെ മേജൻ അവിടെ ഒന്നും പോയിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അവൻ ഒത്തിരി വിഷമത്തിലാണ്. എനിക്ക് അവളോട് ഇവിടെ നിൽക്കാൻ പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഒരു വിഷമം അവൻ്റെ ഉള്ളിൽ നന്നായിട്ടുണ്ട്. അവൻ ഒരു സ്ഥലത്തെത്തി അവൻ അവിടെ നിന്ന് അല്ലറി വിളിക്കുകയാണ്. അവളെ അവിടെ നിന്ന് തടയാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ എന്നാലോചിച്ചിട്ട് അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ ഫോൺ എടുത്ത് അവൾക്ക് മെസ്സേജ് അയക്കാൻ നിൽക്കുന്നുണ്ട്. മേജറ്റിനെ എത്രയും പെട്ടെന്ന് തിരിച്ചു അവിടേക്കൊന്നും പോകണ്ട. പക്ഷേ അവൻ ആ മെസ്സേജ് സെൻഡ് ചെയ്യുന്നില്ല. അതിനു മുമ്പ് തന്നെ അവൻ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ അതിനുശേഷം അവൻ നേരെ വീട്ടിലേക്ക് പോകും. വീട്ടിലാണെങ്കിൽ ജമാൽ അവനെക്കുറിച്ച് ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും. അതേഷ്, നീ ഇത്ര നേരം എവിടെ ആയിരുന്നു? നീ ഇങ്ങനെ ആരോടും എവിടെയും പറയാതെ എവിടേക്കായി പോയിരുന്നത്? എത്ര തവണ എനിക്ക് വിളിച്ചു, എനിക്കൊന്ന് ഫോൺ എടുത്തൂടെ? ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി. പക്ഷേ അതേഷ് ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൻ്റെ ചിന്ത മൊത്തം മേജൻ പോയ ആ ഒരു കാര്യത്തിലായിരുന്നു. അവൻ ആ റൂമിൻ്റെ വാതിൽ തുറക്കാൻ പോകുമ്പോഴേക്കും മേജൻ ആ വാതിൽ തുറന്ന് അവിടേക്ക് വരും. അത് കാണുമ്പോൾ അവൻ ആകെ ഷോക്കാവും. മേജൻ, അപ്പം നീ പോയില്ലേ? അവൻ ഒത്തിരി സന്തോഷത്തോടെ അത് പറയും. പക്ഷേ അതവൻ്റെ വെറും ഒരു തോന്നൽ മാത്രമായിരുന്നു. അവിടെ മേജൻ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവൻ പെട്ടെന്ന് ജമാൽ പറയുന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. ജമാൽ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വെറുതെ ഒന്ന് പുറത്ത് പോയി വന്നതാ, ഞാൻ ഓക്കെയാണ്. ഇത് കാണുമ്പോൾ ജമാലിന് മനസ്സിലാവും അവൻ ആകെ പൊളിഞ്ഞിരിക്കുകയാണെന്ന്. അതേഷ്, നിന്നോട് ഞാൻ മുൻപേ പറഞ്ഞതല്ലേ, സാരല്ല പോട്ടെ, ഇപ്പോൾ നിനക്ക് അവസരമുണ്ട്, അവളെ നിനക്ക് ഇപ്പോൾ വേണമെങ്കിലും തടയാം. ഇത് കേൾക്കുമ്പോൾ ജമാലിനോട് അവൻ പറയും, എന്തായാലും അവൾ പോയി കഴിഞ്ഞു, ഇനി എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും പറഞ്ഞ് അവൻ അവിടെ ഒന്നും പോവും. അവൻ റൂമിലേക്ക് പോകുമ്പോൾ മൊത്തം അവിടെ മേജൻ ഇരിക്കുന്നതായിട്ട് അവനക്ക് തോന്നും. അവൻ കാണുന്ന സ്ഥലത്തെല്ലാം മേജനെ പോലെ തന്നെ അവനക്ക് തോന്നും. അങ്ങനെ മേജൻ പോയ കാര്യമെല്ലാം ആലോചിച്ച് ആകെ വിഷമിച്ച് അവൻ്റെ സ്റ്റഡി റൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതെല്ലാം കാണുന്ന ആസ്ലിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അവൾ അവൻ്റെ അടുത്തേക്ക് ചാൻസ് മുതലാക്കാൻ വേണ്ടി വരും. എന്തായാലും നമുക്കിന്നൊരു ഡിന്നറിന് പോകാം, കുറേ ദിവസമായില്ലേ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട്. അത് കേൾക്കുമ്പോൾ ജമാലും പറയും, അതേ ദേശ്, നിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമായിട്ടല്ലേ, നീ ഒന്ന് പുറത്ത് പോയി ചില്ലായിട്ട് വാ, എന്തായാലും നമുക്ക് എല്ലാവർക്കും പോകാം. അത് കേൾക്കുമ്പോൾ ആദേശം പറയും, ഇല്ല എനിക്ക് തീരെ മൂടില്ല, ആസ്ലി നീ വേണമെങ്കിൽ ജമാലിൻ്റെ കൂടെ പോയിക്കോ, നിങ്ങൾ രണ്ടുപേരും ഡിന്നർ കഴിച്ചു, എനിക്ക് എന്തായാലും കുറച്ച് വർക്കുണ്ട് എന്ന് പറഞ്ഞ് അവൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ആസ്ലിക്ക് നല്ല ദേഷ്യം വരും. അപ്പോഴാണ് ആ ദേഷ്യം പെട്ടെന്നൊരു കോൾ വരുന്നത്. ആ കോളിൽ പറയുന്നത് മേജൻ ആ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, ആ ഫ്ലൈറ്റ് ആണെങ്കിൽ പോയിട്ടുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശം ആകെ ഷോക്കാവും. അവനിത് ഇവളെവിടെ പോയി എന്നാലോചിച്ച് ആ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ ആസ്ലിക്ക് നല്ല സന്തോഷമാവും. അതായത് ഇതിനെല്ലാം കാരണം നമ്മുടെ ആസ്ലി തന്നെയാണ്. അവൾ മേജനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ അവളുടെ ആൾക്കാരെ വിട്ട് മേജനെ തട്ടിക്കൊണ്ടുപോയി ഒരു സ്വിമ്മിംഗ് പൂളിൽ കെട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അതിലാണെങ്കിൽ നിറയെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേജനാണെങ്കിൽ ബോധം പോയി കൈയും കാലൊക്കെ കെട്ടിയിട്ട് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിലായിട്ടൊരു സ്റ്റൂളിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവൾക്കിനി ബോധം വന്നാൽ പോലും അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ കഴിയില്ല. വെള്ളമാണെങ്കിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം മേജൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദേശും ജമാലും അവൾ എവിടേക്ക് പോയിട്ടുണ്ടാവുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവിടെയുള്ള CCTV എല്ലാം പരിശോധിക്കാൻ വേണ്ടി ആദേശ് ജമാലിനോട് പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് അവളുടെ അച്ഛനും അമ്മയും വരുന്നത്. അമ്മ വന്നിട്ട് പറയും, അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നില്ല, അവൾക്ക് എന്താ സംഭവിച്ചത്? ഇതെല്ലാം കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അവളെ ആരോ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെന്ന്. ഇതെല്ലാം കേട്ട് ഹൈദർ അവിടേക്ക് വരുമ്പോൾ ആദേശം നല്ല ദേഷ്യം വരും. ആദേശം ഹൈദറിൻ്റെ കോളറിനെ പിടിച്ച് അവനോട് ചൂടാവും. സത്യം പറഞ്ഞോ, നീ കാരണമല്ലേ ഇപ്പം മേജന് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്, നീ ഇനി പൈസയ്ക്ക് വേണ്ടി നിന്റെ മകളെ വെക്കാനും അടിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അങ്ങനെ വല്ലതും ചെയ്തോടാന്ന് ആദേശം അവരോട് ചോദിക്കും. അതേക്കുമ്പോൾ ഹൈദറും പറയും, ഞാൻ ഒരിക്കലും എൻ്റെ മകളോട് ഇങ്ങനെ ചെയ്യില്ല, ഇതിപ്പോൾ നമ്മൾ വഴക്കൂടി നിൽക്കേണ്ട സമയമല്ല, അവൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് അവളുടെ അമ്മ അവനോട് പറയും. അത് കേൾക്കുമ്പോൾ ആദേശം ജമാലും നേരെ പോകുന്നത് നസീറിൻ്റെ അടുത്തേക്കാണ്. നസീറിൻ്റെ അടുത്തേക്ക് പോയി നസീറിൻ്റെ കോളറിനെ പിടിച്ച് നല്ലോണം ചൂടാകുന്നുണ്ട്. എടാ സത്യം പറ, നീ അവളെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നത്? ഇതെല്ലാം കേൾക്കുമ്പോൾ നസീറിനൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ മേജനെ കുറിച്ചാണ് പറയുന്നത്? അവളെ ഞാനെന്തിനാ ഒളിപ്പിച്ചിരിക്കുന്നത്? അവൾ ലണ്ടനിലേക്ക് പോയിരിക്കല്ലേ, അവൾ എവിടേക്കും പോയിട്ടില്ലെന്ന് ജമാൽ നസീറിനോട് പറയും. അത് കേൾക്കുമ്പോൾ ആദേശ് അവനോട് ചൂടാവും. സത്യം പറയടാ, നീ എവിടെ അവളെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് അവൻ നസീറിൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കും. ആദേശ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, അവൾ നിങ്ങളുടെ എല്ലാവരും അടുത്ത് രക്ഷപ്പെടണമെന്ന് ഞാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. ആ അവളെ ഞാൻ എന്തിനാ വെറുതെ തടയുന്നത്? ഇത് കേൾക്കുമ്പോൾ ആദേശിന് മനസ്സിലാവും ഇതിൽ നസീറിന് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ലെന്ന്. അതുകൊണ്ട് തന്നെ ആദേശ് അവിടെ നിന്നും പോവും. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവൾക്ക് ബോധം വന്ന് നോക്കുമ്പോൾ
അവിടെ ആരും ഉണ്ടാവില്ല. അവളിങ്ങനെ കൈയും കാലൊക്കെ കെട്ടിയിട്ട് ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഉള്ളിലിരിക്കുന്നത് കാണുമ്പോൾ അവൾ ആകെ ടെൻഷനായി പോകും. അവൾ അവിടെ ഇരുന്നുകൊണ്ട് മാക്സിമം ഒച്ച വെച്ച് നോക്കുന്നുണ്ടെങ്കിലും ആരും അവിടേക്ക് വരുന്നില്ല. ദേശാണെങ്കിൽ ഇവളെ കാണാതായത് മുതൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ ആകെ വേറെ ഇളകിയിരിക്കുകയാണ്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരമായിട്ട് CCTV ക്യാമറ ഫുട്ടേജ് ഒന്നും കിട്ടിയില്ലല്ലോ. ഇതും പ്രതീക്ഷിച്ചിരുന്ന ഇത് കിട്ടുമെന്ന് തോന്നില്ല. എന്തായാലും ഞാൻ പോട്ടെ, എല്ലാ സ്ഥലത്തും ഞാൻ അരിച്ചു പേർക്കെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുമായിരിക്കും. പക്ഷേ അവനിപ്പോൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ജമാൽ അവനെ തടയും. അതേഷ്, നീ എന്തായി കാണിക്കുന്നത്? നീ എന്തെന്ന് വെച്ചാണ് തിരയാൻ പോകുന്നത്? അതിന് നമുക്ക് ആദ്യം CCTV ഫുട്ടേജ് കിട്ടണം. അതിനുശേഷം അതിനനുസരിച്ച് നമുക്ക് തരാൻ തുടങ്ങാം. നീ ഇപ്പോൾ ടെൻഷനാവാതെ അടങ്ങിയിരിക്കാൻ വേണ്ടി അവനോട് പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശ് അവനെ തന്നെ കുറ്റപ്പെടുത്തും. ഇതിനെല്ലാം കാരണം ഞാൻ തന്നെയാണ്. ഞാനാണ് അവളോട് ഇരുന്ന് പോകാൻ പറഞ്ഞത്. അവൾ ഇവിടുന്ന് പോകാൻ നിന്നപ്പോലും ഞാൻ അവളെ തടഞ്ഞില്ല. ഇതെല്ലാം എൻ്റെ തെറ്റാണെന്ന് ആദേശ് ജമാലിനോട് പറയും. ഇത് കേൾക്കുമ്പോൾ ജമാൽ ആദേശിനെ സമാധാനിപ്പിക്കും. ഇല്ല ആദേശ്, നീ ഒരിക്കലും നിന്നെ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ഇത് നിൻ്റെയോ നമ്മുടെ ആരുടെയും തെറ്റല്ല എന്ന് അവനോട് പറയും. അതിനുശേഷം ആദേശ് അവിടെ നിന്നും പുറത്തിറങ്ങും. അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മൊത്തം അവൻ്റെ മനസ്സിൽ മാജൻ മാത്രമായിരിക്കും. അവൻ അവളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഓവർത്തിങ്ക് ചെയ്യും. മാജൻ, ഇനി നിനക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും? ഇനി നമുക്ക് തമ്മിൽ കാണാൻ കഴിയില്ലേ? ഇല്ല, നിനക്കൊന്നും സംഭവിക്കില്ല, നിനക്കൊന്നും സംഭവിക്കാൻ സമ്മതിക്കില്ലെന്ന് ആദേശ് അവളോട് പറയും. ആദേശിനും ജമാലിനും മാജൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആ ടാക്സി ഡ്രൈവറിനെ കിട്ടും. അവരോട് കാര്യം ചോദിക്കുമ്പോൾ അവർ കരഞ്ഞോണ്ട് കാര്യം പറയും. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കുറച്ച് ആൾക്കാർ വണ്ടി തടഞ്ഞ് അവിടെ നിന്ന് മാജനെ എടുത്തുകൊണ്ട് പോയത്. അവരുടെ മുഖത്ത് മാസ്കും മുഖംമൂടിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അവരെ കാണാൻ കഴിഞ്ഞില്ല. ഞാനവളെ രക്ഷിക്കാൻ നോക്കിയതാ, പക്ഷേ അവരെന്നെ സമ്മതിച്ചില്ല. അവരെൻ്റെ നെറ്റിയിൽ ഗണ്ണ് ചൂണ്ടി എന്നെ ഭീഷണിപ്പെടുത്തി. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശിന് ദേഷ്യം വരും. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനുശേഷം നിങ്ങൾക്കുള്ള പോലീസിനെ ഏൽപ്പിച്ചിട്ടായിരുന്നോ? നിങ്ങൾ അതുപോലും ചെയ്തില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ അയാൾ കാരനോട് പറയും, പൊന്നു സാറേ, അവരെന്നെ എൻ്റെ മക്കളെ വെച്ച് ഭീഷണിപ്പെടുത്തി. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതാ ഞാൻ അവിടെ നിന്നൊന്നും ചെയ്യാഞ്ഞത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശം നല്ല ദേഷ്യം വന്ന് അവൻ്റെ ആ ഒരു ദേഷ്യത്തിൽ അയാളെ കുറ്റപ്പെടുത്തുമായിരിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ ജമാൽ അയാളോട് പോകാൻ പറയും. അങ്ങനെ ആദേശിന് പെട്ടെന്നൊരു കോൾ വരും. അതിൽ അവർക്ക് CCTV ഫുട്ടേജസ് എല്ലാം കിട്ടിയിട്ടുണ്ടാവും. അത് പ്രകാരം ആദേശും ജമാലും കൂടി അവരുടെ കമ്പ്യൂട്ടറിലിരുന്ന് അതിലുള്ള മൊത്തം CCTV ഫുട്ടേജസും അരിച്ചു പെറുക്കുകയായിരിക്കും. രാവിലെ വരെ അവർ കണ്ട CCTV ഫുട്ടേജസ് തന്നെ വീണ്ടും വീണ്ടും കണ്ട് അതിലെന്തെങ്കിലും പന്തികേടുണ്ടോ നോക്കും. അങ്ങനെ നോക്കി നോക്കി ഒരു കാറിൽ അവർക്ക് എന്തോ ഒരു പന്തികേട് തോന്നും. ആ കാറ് കുറെ നേരമായിട്ട് ഫോറസ്റ്റ് ഏരിയ കിടന്ന് കറങ്ങുന്നതായിട്ടൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ആ കാറ് പോയ വഴികളിലൂടെയൊക്കെ അവർ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ജമാല് പെട്ടെന്ന് അവൻ്റെ ഒരു സംശയം പറയും. എൻ്റെ ഒരു അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ പോയ വഴികളിലൂടെ ഒരു 3-4-5 ഫാക്ടറീസ് ഉണ്ട്. അവിടെ ഇപ്പോൾ ആരും ഉപയോഗിക്കാറൊന്നുമില്ല, ഉപയോഗമില്ലാതെ കിടക്കുകയാണ്. ചിലപ്പോൾ അവിടെ നമുക്ക് അന്വേഷിച്ച് നോക്കിയാൽ എന്തെങ്കിലും കിട്ടുമായിരിക്കും. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ആദേശ് വേഗം അവൻ്റെ ഗണ്ണെടുത്തുകൊണ്ട് ജമാലിനും ഗണ്ണെടുത്ത് അവർ രണ്ടുപേരും അവിടുന്ന് അവർ സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് മാജനെയാണ്. അവൾ ഒത്തിരി തവണ അവരോട് അവിടുന്ന് വിടാൻ പറയുന്നുണ്ട്. പക്ഷേ അവരാരും അവൾ പറയുന്നത് കേൾക്കാതെ അവിടെ തന്നെ അനങ്ങാതെ നിൽക്കുകയാണ്. അവൾ ഒത്തിരി തവണ അലറി വിളിക്കുന്നുണ്ടെങ്കിലും ആരും അവളെ രക്ഷിക്കാൻ വരുന്നില്ല. ആദേശ് അവൻ്റെ ആൾക്കാരാണെങ്കിൽ ആ ഒരു പരിസരത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അവരെല്ലാവരും ഓരോരോ ഭാഗത്തേക്ക് പോയി അവളെ സെർച്ച് ചെയ്യായിരിക്കും. അങ്ങനെ ആദേശ് ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ മേജൻ ധരിച്ചിരുന്ന ഒരു സ്കാർഫ് അവിടെ വീണ് കിട്ടും. അത് കാണുമ്പോൾ ആദേശിന് മനസ്സിലാവും ഇതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഫാക്ടറി തന്നെയാണ് മേജനെ അവർ പൂട്ടിട്ടിരിക്കുന്നതെന്ന്. അതുപ്രകാരം അവൻ ആ ഫാക്ടറിയിലേക്ക് വരുമ്പോഴായിരിക്കും മേജൻ അവിടെ നിന്ന് ഒച്ച വയ്ക്കുന്നുണ്ടാവുക. അവളുടെ ഒച്ച കേൾക്കുമ്പോൾ അവൻ ആകെ ടെൻഷനാവും. അവൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് അവന് മനസ്സിലാവും. പക്ഷേ അതിനാണെങ്കിൽ ചങ്ങല കൊണ്ട് കെട്ടി പൂട്ടി വെച്ചിട്ടുണ്ടാവും. അവൻ ഒരുപാട് തവണ ആ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ടത് കഴിയുന്നില്ല. ഈ ഒച്ചപ്പാടും ബഹളെല്ലാം കേൾക്കുമ്പോൾ അതിനുള്ളിലുണ്ടായിരുന്ന ഗാർഡ്സ് എല്ലാം വേഗം അസ്ലിക്ക് വിളിച്ച് കാര്യങ്ങൾ പറയും. ആരോ ഇവിടേക്ക് വന്നിട്ടുണ്ട്, ഒച്ച ഉണ്ടാക്കുന്നുണ്ടെന്നെല്ലാം പറയും. അത് കേൾക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവും അത് ആദേശായിരിക്കും. ആദേശിനെ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല, പക്ഷേ അവനെ എങ്ങനെയെങ്കിലും അവൾ രക്ഷിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ തടഞ്ഞാൽ മതി എന്ന് ആസ്ലി അവരോട് പറയും. അത് കേൾക്കുമ്പോൾ അവരും വേഗം ആദേശിൻ്റെ അടുത്തേക്ക് പോയി അവനെ അവിടെ നിന്ന് തടയും. പക്ഷേ ആദേശാണെങ്കിൽ അവരെല്ലാവരെയും അടിച്ച് താഴേക്കിടും. മേജൻ്റെ വെള്ളമാണെങ്കിൽ ഏകദേശം അവളുടെ വാഭാഗം വരെ എത്തിയിട്ടുണ്ടാവും. അപ്പോഴാണ് ആദേശ് കറക്റ്റ് സമയത്തിന് ആ ചങ്ങലെല്ലാം കുത്തിപ്പൊളിച്ച് അവിടേക്ക് വരുന്നത്. ആദേശിനെ കാണുമ്പോൾ മേജന് ഒത്തിരി സന്തോഷമാവും. ആദേശിനും മേജനെ കണ്ടു കിട്ടിയ ഒരു സന്തോഷമായിരിക്കും. അവൻ എത്രയും പെട്ടെന്ന് തന്നെ മേജനെ രക്ഷിക്കാൻ വേണ്ടി ആ വെള്ളം എങ്ങനെയും തടഞ്ഞു നിർത്താൻ നോക്കും. അതിനുവേണ്ടി അവൻ ഒരുപാട് തവണ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ടത് കഴിയുന്നില്ല. മേജൻ, നീ പേടിക്കണ്ട, ഞാൻ വന്നിട്ടുണ്ട്, നിനക്കൊന്നും സംഭവിക്കില്ലെന്ന് അവൻ അവൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അപ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ പുറകിലൂടെ വന്ന് അവനെ ആക്രമിക്കുന്നത്. ദേശം ഒരുപാട് തവണ അവൻ ഇടിച്ചിരുന്നുണ്ടെങ്കിലും അവർ ഒരുപാട് പേരുള്ളതുകൊണ്ട് തന്നെ അവൻക്കതിന് കഴിയുന്നില്ല. ഒടുവിൽ അവരവരുടെ കയ്യിലിരിക്കുന്ന എന്തോ ഒരു സാധനം വെച്ച് ആദേശിനെ കുത്തുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കാണുമ്പോൾ മേജൻ ആകെ ഷോക്കാവുന്നുണ്ട്. ആദേശ്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നെല്ലാം അവൾ അവിടെ നിന്ന് ഉറക്കെ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശം അവരെല്ലാം അവൻ്റെ മാക്സിമം ശക്തി ഉപയോഗിച്ച് അവർ തല്ലി താഴേക്കിടുകയാണ്. അതിനുശേഷം അവൻ നേരെ ആ പൂളിലേക്ക് എടുത്ത് ചാടും. മേജൻ അപ്പോഴേക്കും ഫുള്ളായിട്ട് മുങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം കാണുമ്പോൾ ആദേശം പെട്ടെന്ന് നീന്തി വന്ന് അവൾ അവിടെ നിന്നും ഒരുപാട് തവണ രക്ഷിക്കാൻ നോക്കും. അവൻ ഒരുപാട് ശ്രമിച്ച് അവസാനം അവളുടെ കയ്യിലെ കെട്ടെല്ലാം ഊരെടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും അവളുടെ ബോധം പോയിട്ടുണ്ടായിരുന്നു. അവൻ അവളെ ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് ആ പൂളിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവെക്കും. അതിനുശേഷം അവൻ അവളെ ഒരുപാട് തവണ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അവൾ എഴുന്നേൽക്കുന്നില്ല. മാജൻ, നിനക്ക് ഒരിക്കലും ഇങ്ങനെ തനിച്ചാക്കി പോകാൻ കഴിയില്ല, നീ ഒരിക്കലും ഇങ്ങനെ പോകരുത്
പോകരുത് മാജൻ, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, നീ ഇപ്പോഴും ഓക്കെയാണ്, ഇപ്പം എല്ലാം ശരിയായി, ഞാൻ നിന്റെ അടുത്ത് വന്നില്ലേ, ഇനി നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവർ ഒത്തിരി തവണ അവനെ വിളിക്കുന്നുണ്ട്. മാജനാണെങ്കിൽ പെട്ടെന്ന് ബോധം വരും. പക്ഷെ അതേപോലെ തന്നെ അവൾ വീണ്ടും ബോധം കെടും. ഇതെല്ലാം കാണുമ്പോൾ ആദേശ് അവളെ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് അവിടെ നിന്നും കൊണ്ടുപോകും. അവൻ്റെ ദേഹത്ത് ഒരു വെട്ടേറ്റുകൊണ്ട് തന്നെ അവൻക്ക് ഒത്തിരി പാടുണ്ട്. അതായത് അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അവൻ തന്നെ ആകെ വീഴാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ തന്നെ ഒരു വിധത്തിലാണ് നടന്നു പോകുന്നത്. പക്ഷേ അതിന് പുറമെ അവൻ മേജനെ കൂടി എടുത്തുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് തവണ വീഴാനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും അവൻ മേജന് വേണ്ടി കഷ്ടപ്പെട്ട് അവളെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ നടന്ന് അവൻ മേജൻ അവൻ്റെ വണ്ടിയിൽ കയറ്റി വെക്കും. ഇതെല്ലാം കാണുന്ന ആസ്ലിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൾ CCTVയിൽ ഈ കാര്യങ്ങളെല്ലാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പെണ്ണ് വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി ഞാൻ എന്താ ചെയ്യാന്ന് ആലോചിച്ച് അവൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. മേജനെയാണെങ്കിൽ ആദേശം അവൻ്റെ കാറിൽ കയറ്റിയിട്ടുണ്ടാവും. അവൾക്കാണെങ്കിൽ കൃത്യസമയത്തിന് ബോധം വരും. മേജൻ, നിനക്ക് ബോധം വന്നല്ലേ, നിനക്കൊരു കുഴപ്പമില്ല, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നീ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ നിനക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല, ഇനി ഒരിക്കലും നീ എന്നെ ഇങ്ങനെ വിട്ടു പോകാൻ പാടില്ല മേജൻ, എനിക്കെപ്പോഴും നിൻ്റെ ഈ മനോഹരമായിട്ടുള്ള ചിരി കണ്ടുകൊണ്ടിരിക്കണം, അതിനുവേണ്ടി നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം, ഒരിക്കലും നീ എന്നെ വിട്ടു പോകാൻ പാടില്ലെന്ന് ആദേശ് മേജനോട് പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജന് ഒത്തിരി സന്തോഷമാവും. ആദേശ്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ എന്ന് അവൾ ആദേശിനോട് ചോദിക്കും. മേജൻ, നീ എന്നെ കണ്ടില്ലേ, നീ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാലം എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല, നീ എപ്പോഴും ഇതുപോലെ ഹാപ്പി ആണെങ്കിൽ എന്നെ കണ്ടില്ലേ, എനിക്കൊരു കുഴപ്പമുണ്ടാവില്ലെന്ന് ആദേശ് അവളോട് പറയും. ആദേശിന് ഏകദേശം അവൻ്റെ ബോധം പോകാറായി കാണും. പക്ഷേ എങ്കിലും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകും. ഈ ഒരു സീൻ കാണിച്ചതോടുകൂടി അറഫ്ത സീരീസിലെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് സോറി പറയാണ് ഗൈസ്, കാരണം നമ്മൾ ഈ വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിച്ചല്ലേ, നമുക്കിന്ന് 2 എപ്പിസോഡ് ഫുള്ളായിട്ട് ഇടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഒരു എപ്പിസോഡിനും പിന്നെ ബാക്കിയുള്ള ഒരു എപ്പിസോഡിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് കറക്റ്റ് 5:30 സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 7 മണി ആയപ്പോഴാണ് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിയുന്നത്. ഇനി എപ്പോഴാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്ക് പോലും പറയാൻ കഴിയില്ല. കാരണം നമ്മൾ സാധാരണ 7 മണിക്കാണല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരുപാട് വൈകി പോകും. പിന്നെ നിങ്ങൾ വീണ്ടും കമൻറ്റിൽ ഓരോന്ന് പറയും. അത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമമാവും. പിന്നെ നിങ്ങളെയും ഒരുപാട് തവണ ഇങ്ങനെ വെയിറ്റ് ചെയ്തിപ്പിക്കുകയല്ലേ. ഇതിലാലോചിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ഇന്ന് എന്തായാലും വീഡിയോ ഇട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒത്തിരി വിഷമമാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് സമയം ഇല്ലെങ്കിലും ഞാൻ കുറച്ചെങ്കിലും വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് 2 എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വേറെ ഒരു എപ്പിസോഡ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു എപ്പിസോഡും പിന്നെ രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ കുറച്ച് ഭാഗം കൂടി ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോയുടെ ലെങ്ത് കുറവെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ പകുതി മുക്കാലും മേജന വെള്ളത്തിൽ കിടക്കുന്നതും പിന്നെ ആദേശിൻ്റെ ഫൈറ്റും ഇവർ കണ്ടുപിടിക്കുന്ന ആ സീനൊക്കെയാണ്. അവിടെ കൂടുതൽ ഡയലോഗ്സോ കാര്യങ്ങളോ വിശദീകരിക്കാനായിട്ടൊന്നുമില്ല. കാരണം നമുക്ക് ഊഹിക്കാവുന്ന ആ ഒരു സീൻ തന്നെയാണ്. കാരണം മേജന ഒരുപാട് തവണ ആ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നതും ആസ്ലി അവളെ നോക്കി നിൽക്കുന്നതും അതുപോലെ പിന്നെ ഇവർ കുറേ ഒരു പാട്ടൊക്കെ ഉണ്ട്. അതായത് ആദേശിന് മേജൻ്റെ ഓർമ്മകൾ വരുന്നതും അങ്ങനത്തെ കുറേ സീനുകളാണ് ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ പ്രത്യേകിച്ച് ഡയലോഗ്സ് ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത് കുറഞ്ഞു കേട്ടോ. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ചുരുക്കി അപ്ലോഡ് ചെയ്യുന്നൊന്നുമല്ല. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ 2 എപ്പിസോഡ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയമില്ല ഗൈസ്. ഇനി ഞാൻ ആ രണ്ടാമത്തെ എപ്പിസോഡ് കൂടി ഫുള്ളായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ കുറേ ടൈം പോകും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ സാരമില്ല, എന്തായാലും നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ മുതൽ കൃത്യമായിട്ട് നമ്മൾ എന്നും അപ്ലോഡ് ചെയ്യുന്ന പോലെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ ഒന്നാമത് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. ഞാൻ ഒന്നും ചെയ്യാതെ നേരെ എഡിറ്റ് ചെയ്യാനാണ് ഇരുന്നത്. അപ്പോൾ ഇനി നേരെ അപ്ലോഡ് ചെയ്തിട്ട് വേണം എനിക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇന്നിങ്ങനെ പോട്ടെ, എന്തായാലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി നാളെ മുതൽ നമുക്ക് നമ്മുടെ പണ്ടത്തെ പോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.